തിരുവനന്തപുരം വർക്കല അയിരൂരിൽ പോലീസ് 14-കാരന്റെ കൈ പിടിച്ചൊടിച്ചതായി പരാതി. അയിരൂർ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്തിനെതിരെയാണ് പരാതി. വസ്തുതർക്കത്തിൽ ഇടപെടാനാണ് അയിരൂർ പോലീസ് എത്തിയത്. എന്നെ പിടിച്ച് തള്ളി. ഞാൻ പറഞ്ഞു എന്നെ തള്ളണ്ട നിനക്ക് എത്ര വയസ്സായെന്നൊക്കെ ചോദിച്ച് കൈ പിടിച്ച് തിരിച്ച് തള്ളിയിട്ട് എന്നെ. എന്നിട്ട് പറഞ്ഞ് വണ്ടി കയറ്റി ഇറക്കും, ഈ ജീവിതം മൊത്തം കോടതിയിലും ജയിലിലും കയറ്റി ഇറക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കൈ പിടിച്ച് തിരിച്ച് ഇവിടെയും വേദനയുണ്ട്, ഇവിടെ ഒടിഞ്ഞ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണ് ഈ പരാതി? പോലീസിന്റെ വിശദീകരണം എന്താണ് അലക്സ്? രഞ്ജിത്ത്, കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം. ഇത് ഈ വർക്കല ഇലകമൺ സ്വദേശി രാജേഷിന്റെ അയൽവാസിയായ വിജയമ്മയുടെ കുടുംബവുമായുള്ള വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതിലേക്ക് കലാശിച്ചത്. ഈ കുട്ടിയുടെ കൈ ഒടിയുന്നതിലേക്ക് കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് അന്നേ ദിവസം, അതായത് ഈ 4-ാം തീയതി ഈ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ ഈ വേലി കെട്ടണം എന്ന നിർദ്ദേശം, അത് കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ കോടതി വിധി നിലനിൽക്കെ തന്നെ ഈ വിജയമ്മയുടെ ബന്ധുവായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അവിടെ എത്തി ഈ വേലി പിഴുതു കളയുകയും തുടർന്ന് തർക്കം അവിടെ ഉടലെടുക്കുകയും ചെയ്തു. അയിരൂർ പോലീസ് അവിടെ എത്തി ആ രംഗം ശാന്തമാക്കിയതിനു ശേഷം പോലീസ് കടന്നുപോയി. എന്നാൽ വിജയമ്മ രാജേഷിനെതിരെ പരാതി നൽകുന്നു. വിജയമ്മയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായി രാജേഷിനെതിരെ പരാതി നൽകുന്നു. വീണ്ടും ഉച്ചയോടെ ഈ അയിരൂർ പോലീസ് വീണ്ടും സംഭവ സ്ഥലത്തേക്ക് എത്തുകയും രാജേഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്ന് അവിടെ രാജേഷിന്റെ ബന്ധുക്കളും കുട്ടികളുമൊക്കെ അദ്ദേഹത്തിന്റെ മക്കളുമൊക്കെ പോലീസിനെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയുണ്ടായി. അവിടെ വെച്ചാണ് ഈ രാജേഷിന്റെ മകൻ ഈ 14-കാരന്റെ കൈ പോലീസ് പിടിച്ചൊടിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ SI രഞ്ജിത്ത് ഈ കൈ പിടിച്ച് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ പിടിച്ച് തള്ളുകയും ഒപ്പം നിനക്കെത്ര വയസ്സായടാ, ജീവിതകാലം മുഴുവൻ കോടതിയിൽ കയറ്റി ഇറക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന്, വണ്ടി കയറ്റി ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നതായി അവർ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ആണ് ഈ പുറത്തു വന്നത്, ഈ കാണുന്നത്. അന്നേ ദിവസം അത് കഴിഞ്ഞാൽ രാത്രി ഈ കുട്ടിക്ക് കൈക്ക് വേദന അനുഭവപ്പെടുകയും തുടർന്ന് വർക്കല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിക്കുമ്പോഴാണ് കൈക്ക് പൊട്ടലുള്ളതായി മനസ്സിലാക്കുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ആരോപണം അവർ പോലീസിനെതിരെയുള്ള പരാതിയായി ഉന്നയിക്കുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പോലീസിനോട്, അതായത് SIക്കെതിരെ പോലീസിൽ പരാതിപ്പെടാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ SIയുടെ അതിക്രമത്തിലാണ് ഈ കുട്ടിയുടെ കൈക്ക് പൊട്ടലേറ്റതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുട്ടിയും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വാർഡ് മെമ്പറുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ട് അവർക്ക് 1 മീറ്റർ വഴി എന്നുള്ളത് നമ്മളൊരു 2.5 മീറ്റർ 3 മീറ്ററിനോളം അത് അവരുമായിട്ട് സംസാരിച്ച് വസ്തുവിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ ചൊല്ലി നിരന്തര പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ 2-3 ദിവസം മുമ്പ് വിഷയങ്ങൾ നടന്നുവെന്ന് അറിഞ്ഞ് അതിൽ ആ സമയം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരക്കിയപ്പോൾ റിമാൻഡ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു എന്നാണ് അറിഞ്ഞത്.